നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ 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 ഹലോ, എവിടെ പോണ്? ഇങ്ങോട്ട് വാ, വാ. അതെ, നിങ്ങൾ ആരോടാ ഈ കൊട്ടേഷനൊക്കെ പറയുന്നത്? ആർക്കിട്ട് അലുവ കൊടുക്കാനാ ഈ കൊട്ടേഷൻ? ഞാൻ കേട്ടു, എന്നോടൊന്നും മറക്കണ്ട. എന്താണ് നിങ്ങളുടെ പദ്ധതി? ആരായിരുന്നു ഫോണില്? നിന്റെ പണം നിനക്ക് തിരിച്ചു തരണ്ടേ? ആ വേണം. അതിന് ഇത്തിരി പണം കിട്ടാനുള്ള വഴിയാ പദ്ധതി ഇടുന്നത്. എന്ത് വഴി? എനിക്കറിയാത്ത എന്ത് വഴിയാ? നിനക്കറിയാവുന്ന വഴി തന്നെയാ. എനിക്കറിയാവുന്നതാ? അതെ, മോഷണം. അയ്യോ എന്റെ തമ്പുരാനെ, ഈ തള്ള ഇത് എന്തൊക്കെയാ പറയുന്നത്? അയ്യോ, ഇവരുടെ കിളി മൊത്തം അടിച്ചു പോയെന്നാ തോന്നുന്നത്. അതെ അല്ലേ, ഇങ്ങോട്ട് വന്നേ. നിങ്ങളെന്താ ആളിനെ പൊട്ടനാക്കുകയാണ്? നിങ്ങൾ എന്നെ കളിയാക്കുകയാണ്? ഞാനെന്താ കള്ളനാണാ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ എന്റെ അടുത്തുനിന്ന് 3 നേരം ചാപ്പാട് അടിച്ച് ഇവിടെ കിടന്ന് ഉരുണ്ടിട്ട് എന്നെ കള്ളാന്ന് വിളിക്കണ? എന്റെ സോമാറ്റിക്കരുത്. എന്താ എന്താ ഇവിടെ? എന്താന്നാ നീ കേട്ടില്ലേ? ഇടി, നിനക്ക് ഈ തള്ളയോട് വലിയ സ്നേഹ സിമ്പതിയല്ലേ? നിന്റെ കെട്ടിയോനെ ഇവരെന്താ വിളിച്ചതെന്ന് നീ കേട്ടാ? എന്ത്? കള്ളനെന്ന്. എനിക്കറിയാവുന്ന തൊഴിലാണെന്ന്. ഞാനെന്താ കള്ളനാണ്? ആ, അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. പണ്ടത്തെ കഥ കുറെ എനിക്കും അറിയാം. മരങ്ങോടത്തി, നീ എന്തറിഞ്ഞിട്ടാണ് ചിലക്കുന്നത്? ഇവര് പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. അല്ല, എന്ത് പറഞ്ഞെന്നാ? ഇവര് മോഷ്ടിക്കാൻ പോണെന്ന്. എന്റെ പണം തിരികെ തരാൻ ഇവര് ആരോടോ എന്തോ പദ്ധതി ഇടുന്നത് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നിനക്ക് നിന്റെ പണം തിരികെ തരാൻ ഞാൻ നോക്കിയിട്ട് വേറെ നിവർത്തിയില്ല. 25 ലക്ഷം രൂപയല്ല നിനക്ക് കിട്ടാൻ പോകുന്നത്, അതിന്റെ ഇരട്ടി കിട്ടും. ഇരട്ടിയാ? ഇവരുടെ തലയ്ക്ക് രാവിലെ വല്ല തട്ടാമുട്ടാവല്ല സംഭവിച്ച? ശരിക്കും എന്തോ കുഴപ്പമുണ്ട്, നീ ശ്രദ്ധിച്ചോളണം. ഇല്ലെങ്കിലേ ഈ തള്ള എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഞാൻ അകത്താവും. പിന്നെ ഉണ്ട തിന്നാൻ ഗോതമ്പുണ്ട. ഓ, ജയിലിൽ ഇപ്പൊ അങ്ങനെ ഉണ്ടേന്നുമില്ല. ജയിലൊക്കെ ഇപ്പൊ വേറെ ലെവലാ. അത് നിനക്കെങ്ങനെ അറിയാടി? നീ ജയിലിൽ കിടന്നിട്ടുണ്ടാ? അല്ല പിന്നെ വലിയ വായിലുള്ള വർത്താനം പറയുന്നു. നല്ലതേ, നിങ്ങൾ സത്യം പറ. നിങ്ങൾ വെറുതെ പറഞ്ഞല്ലേ മോഷ്ടിക്കാൻ പോണെന്ന്? വേണ്ട കേട്ടാ, ഈ ജഗന്നാഥന്റെ അടുത്ത് വേണ്ട കള്ളക്കളരി. അതെ, ഈ കളരി 18 കഴിഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആശാന അടിതട പിടിപ്പിക്കാൻ പറയണ? വേണ്ട കേട്ടാ. ഞാൻ കള്ളം പറഞ്ഞതല്ലെന്നേ. നിന്റെ പണം തരാൻ ഞാൻ നോക്കിയിട്ട് ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ. വേറെ നിവർത്തിയില്ല. ഇത് ചെയ്യാൻ ഞാൻ നിർബന്ധിതയായതാ. നിങ്ങൾ എന്താ തള്ളേ പദ്ധതി ഇട്ടിരിക്കുന്നത്? വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ? ഒരു കാര്യമില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ. പറ. ബാങ്ക് റോബറി. അതാ ഞങ്ങളുടെ പ്ലാൻ. തള്ള പറഞ്ഞ നീ കേട്ടോ? ബാങ്ക് കൊള്ളയെന്ന് ഇവര് പറഞ്ഞതുള്ളതാണ്. എന്റെ ശ്രീപത്മനാഭ, ഇവരെങ്ങാനും ഈ പണി ചെയ്താ പിന്നെ എന്റെ കാര്യം തീരുമാനമാവും. എടീ, അവര് പറഞ്ഞത് നീ കേട്ടില്ലേ? ഞങ്ങള് പ്ലാൻ ചെയ്തെന്ന്. അപ്പൊ ഇതിന്റെ പുറകെ തള്ളയുടെ കൂടെ വേറെ ആരൊക്കെയോ ഉണ്ട്, അത് ഉറപ്പാണ്. എടി, അവര് പറഞ്ഞത് ശരിയാവാനാ വഴി. തള്ള ഫോണില് കുണുകുണെ ആരുടെയൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കാൻ ഞാൻ കേട്ടതാന്ന്. എടി, നീ ആ തള്ളയൊന്ന് ശ്രദ്ധിച്ചോളണേ. എന്തെങ്കിലും കോടാലി ആ തള്ള ഉണ്ടാക്കി വെച്ചാ പിന്നെ ഞാനും നീയും അനുഭവിക്കേണ്ടി വരുവേ. നീയേ അവരുടെ നീക്കങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ദേ, നിങ്ങൾ ഒറ്റ ഒരുത്തന്നെ ഇതിനൊക്കെ കാരണം. ഞാൻ എന്ത് ചെയ്ത്? പിന്നെ അല്ലാതെ 24 മണിക്കൂർ എന്റെ പണം പോയ, അത് പോയ, ഇത് പോയ എന്ന് നിർത്തലില്ലാതെ അവരുടെ പിന്നാലെ നടന്ന് പറഞ്ഞോണ്ടിരുന്ന പിന്നെ അവരെന്ത് ചെയ്യണം? അപ്പൊ പണം കൊടുത്ത ഞാൻ കൊഞ്ഞാണ് അല്ലേ? എടി, അവര് പറഞ്ഞ പോലെയൊക്കെ ചെയ്താ നമ്മൾ അകത്താവൂലേ? അയ്യോ, നമ്മളല്ല, നിങ്ങള് ആകട്ടെ. എന്നാലേ നിങ്ങളെ കൊറേ സൂക്കേടങ്ങ് മാറത്തുള്ളൂ. അഞ്ജലി, ഒരു മിനിറ്റ്. ഞാനേ ഈ
കോളൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ നിന്റെ ഫോൺ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. നാളെ ഞാൻ എന്റെ വിക്കിയെ കാണുന്നത് വരെ നിനക്ക് ആരുമായും ഒരു കോണ്ടാക്റ്റും വേണ്ട. കുറുക്കനാ നീ, കുറുക്കൻ. ഇനി ഈ ഫോൺ നിന്റെ കയ്യിൽ ഇരുന്നാ എന്റെ കുഴിയെ ഞാൻ തന്നെ തോണ്ടുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഇനി ഞാനില്ല. അഞ്ജലി, എടോ, തനിക്ക് എന്നെ ഇനിയും വിശ്വാസമായിട്ടില്ലെങ്കിൽ എന്റെ ഫോൺ താൻ തന്നെ വെച്ചോ. എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം എനിക്കിനി ആരോടും ഒന്നും സംസാരിക്കാനില്ല. തന്റെ വിക്കെ കാട്ടി തന്നു കഴിഞ്ഞാ പിന്നെ ഈ നാടകത്തിൽ എന്റെ റോൾ കഴിഞ്ഞു. ഒരാള് ആത്മാർത്ഥമായിട്ട് അടിയറവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിശ്വസിക്കരുത്. അഞ്ജലി, പ്ലീസ്. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു കയറി ചെയ്തു കൂട്ടിയത്. സത്യത്തിൽ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് എന്നെ ഇത്രത്തോളം ദ്രോഹിക്കാനായിട്ട്? എന്ത് തെറ്റാ എന്റെ വിക്കി നിന്നോടൊക്കെ ചെയ്തേ? പാവോ എന്റെ വിക്കി. എല്ലാവരെയും നിഷ്കളങ്കമായി സ്നേഹിക്കാനല്ലാതെ ഒരാളെ പോലും ദ്രോഹിക്കാൻ എന്റെ വിക്കിക്കാവില്ല. പിന്നെ എന്തിനായിരുന്നു ഇതെല്ലാം? ഞങ്ങളെ ഇത്രയൊക്കെ ശിക്ഷിച്ചിട്ട് നിങ്ങളൊക്കെ എന്താ നേടിയത്? പറ, എന്ത് നേടി? അഞ്ജലി, ഇതൊരു പൊതുവഴിയാ. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അഞ്ജലി, താൻ എന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോയതാ. ശരിക്കും എനിക്കും ദുഃഖമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാല്. ആ, സത്യമായിട്ടും. അഞ്ജലി പ്ലീസ് എന്നെ വിശ്വസിക്ക്. അഞ്ജലി പ്ലീസ് ബിലീവ് മീ. എടോ, ഇക്കാര്യത്തിൽ അഞ്ജലി പറയുന്ന ഏത് ഡിമാൻഡും ഞാൻ അംഗീകരിക്കാം. അതൊരു പശ്ചാത്താപമാണെന്ന് കൂട്ടിക്കോ താൻ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട സ്വതന്ത്രമാണെന്ന് മാത്രമേ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. അഞ്ജലി, ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ പെരുമാറാൻ ഞാനൊരു രാക്ഷസനൊന്നും അല്ല. ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സ് എനിക്കുണ്ട്. അഞ്ജലി, അതുകൂടി ഒന്ന് ഓർക്കണം. ശരി, തൽക്കാലം മുഴുവനായിട്ടല്ലെങ്കിലും കുറച്ച് നിന്നെ വിശ്വാസത്തിലെടുക്കുക. പക്ഷേ ഒന്ന് നീ മറക്കരുത്, എനിക്ക് നിന്നോടുള്ള വിശ്വാസത്തിന്റെ ആയുസ് ഒരു ദിവസം മാത്രം. ഒരൊറ്റ ദിവസം. ഇന്നൊരു ദിവസം കൂടി നിന്നെ ഞാൻ വിശ്വസിക്കാം. നിന്റെ ഈ കുമ്പസാരം കേട്ടിട്ടല്ല നിന്നെ ഞാൻ അല്പമെങ്കിലും വിശ്വസിക്കുന്നത്. നീ എന്റെ മുമ്പിൽ കുറ്റം ഏറ്റു പറഞ്ഞില്ലേ? ഈ അഞ്ജലി പ്ലാൻ ചെയ്ത് വരച്ച കളത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടു കയറ്റി. നീ അതിൽ വീണു. അതല്ലേ നിന്റെ ഇപ്പോഴത്തെ ഈ കുമ്പസാരത്തിന്റെ കാരണം? അതുകൊണ്ട് നിനക്കിനി ഒരു പ്ലാനും വേണ്ട. നീ പെട്ടു. നീ ശരിക്കും പെട്ടിരിക്കുക. എനിക്ക് മനസ്സിലായതെല്ലാം വീട്ടുകാരും നാട്ടുകാരും പിന്നെ പോലീസുകാരും ഒക്കെ അറിഞ്ഞ പിന്നെ നിന്റെ ഗതി അതോ ഗതി. അഞ്ജലി, നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കല്ലേ. നീ പറയുന്ന എന്തൊക്കെയാണോ അതുപോലെ ഞാൻ ചെയ്തോളാം. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. എന്നാ വണ്ടി എടുക്ക. നിങ്ങൾ ബാങ്കിൽ പോയിരുന്നോ? ആ, പോയിരുന്നു. എന്നിട്ട്? അങ്കിൾ, അത് തമ്പിങ് മെഷീൻ എന്തോ കംപ്ലൈന്റ് ആയതുകൊണ്ട് പോയ കാര്യം നടന്നില്ല. ഞാൻ നിന്നോടല്ലോ ചോദിച്ചത്, എന്റെ മോനോടല്ലേ. അവൻ പറയട്ടെ. ആവശ്യമില്ലാത്ത ഭാരിച്ച കാര്യങ്ങൾ നീ ഇടപെടണ്ട. വിക്കി പറയേ, എന്താ ഉണ്ടായത്? അത് അച്ഛൻ, ഞാൻ ഫിംഗർ പ്രിന്റ് കൊടുത്തു, പക്ഷെ അത് റീഡ് ചെയ്യുന്നില്ല. ഞാൻ 3-4 തവണ നോക്കിയിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ 3-ൽ കൂടുതൽ തവണ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമെന്ന് മാനേജർ പറയുണ്ടായി. ഇന്നിനത് നടക്കില്ല. ഇത്രയും കാലം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? എന്തോ ഒരു ടെക്നിക്കൽ എററാണെന്നാ മാനേജർ പറഞ്ഞ. പിന്നെ ബാങ്കിന്റെയും നമ്മുടെ ഓഫീസിന്റെയും ചുമതല നിനക്കാ ഉള്ളത്. അത് നീ നേരിട്ടാണ് നിർവഹിക്കേണ്ടത്. നീ മാത്രം. മനസ്സിലായോ? നിന്റെ കെട്ടിയോള് വീട് ഭരിച്ചാ മതി, ഓഫീസ് ഭരണം വേണ്ട, അനാവശ്യ ഇടപെടലുകളും വേണ്ട.
നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ തൽക്കാലം ഇടപെടുന്നില്ല. പക്ഷേ ഒഫീഷ്യലായ ഒരു കാര്യത്തിലും അഞ്ജലി കൈ കടത്തണ്ട. മനസ്സിലായോ? അങ്കിൾ, ഞാനതിന് ഒഫീഷ്യൽ കാര്യങ്ങളിലൊന്നും ഇതുവരെ ഇടപെടാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോ വിക്കി പറഞ്ഞുകൊണ്ട് മാത്രം ബാങ്ക് വരെ ഞാനൊന്ന് പോയെന്നേ ഉള്ളൂ.